സൂപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡിയാണ്. സിമ്പിൾ. ഇനി നമ്മൾ ഒന്ന് വിസ്ക് ചെയ്യണം നല്ലതുപോലെ. ഇത് പ്രത്യേകിച്ച് സ്ട്രെയിൻ ചെയ്യേണ്ടുന്ന കാര്യമാണ്. ബ്രക്ലീസ് വെരി ഗുഡ്. സോ ആ ബൈറ്റ്സ് കടിക്കുമ്പോഴും ഇനി നമ്മൾ ആൽമണ്ട് ഫ്ലേക്സ് ഇടും. അപ്പോൾ എന്തായാലും ബൈറ്റ്സ് നമ്മുടെ വായിൽ കടിക്കും. സൂപ്പ് പോലെ സ്മൂത്ത് സൂപ്പ് ആയിരിക്കില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ക്രീം കൂടെ ആഡ് ചെയ്ത് സോൾട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പ് റെഡിയാണ്. പിന്നെ ക്യാപിച്ചിനോ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മേളിലേക്ക് മിൽക്ക് ബോയിൽ ചെയ്തിട്ട് ഫോർത്ത് മേളിലേക്ക് ആഡ് ചെയ്യണം കപ്പിനകത്ത് ഒഴിച്ചതിന് ശേഷം. പ്രസൻറ്റേഷൻ ഷുഡ് ബി എൻറ്റർലി ഡിഫറെൻറ്റ്. നോർമലി വി യൂസ് ടു ഗിവ് സൂപ്സ് ഇൻ ദ ബോൾ, സൂപ്പ് ബോൾസ്. ദിസ് ഷുഡ് ബി ഗോസ് വിത്ത് ടീ കപ്സ്. So like cappuccinos. So it will be fourth will be on the top. We will keep something else, garnish parsley or something on the top. That's fine. Okay, sure. ഇത് മതിയാവും കാരണം നമ്മൾ മിൽക്ക് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബോയിൽ. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യുന്നുണ്ട്. അത് ശരിയാവും. പിന്നെ നമുക്ക് എന്താ നമ്മൾ പറഞ്ഞത്, ക്രാബും ഉണ്ട് ഇടിയപ്പം ഉണ്ട്. അതാണ് നമുക്കൊരു ചലഞ്ചിങ്. ഇതെല്ലാം സിമ്പിൾ ആയിരുന്നു. ഇങ്ങനെ ക്രാബ് കറി നമുക്ക് എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഇടിയപ്പം ഇപ്പം പൗഡർ റെഡി ഉണ്ട്. പേസ്റ്റ് അടിച്ചാൽ മതി. പേസ്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ബീട്രൂട്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അതിനിടയ്ക്ക് വന്നിട്ട് പൊട്ടി നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടില്ല. പേസ്റ്റ് അടിച്ചിട്ട് നമുക്ക് ഒരു ഹാഫ് വൈറ്റ് മാറ്റിയിട്ട് മിക്സ് ചെയ്തിട്ട് ഹാഫ് ബീട്രൂട്ട് മിക്സ് ചെയ്യും. അപ്പം നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ബീട്രൂട്ട് ഇടിയപ്പത്തിനുള്ള ഡോ ശരിയാണ്. ഇടിയപ്പം ഉണ്ടാക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് കോക്കനട്ട് മിൽക്ക് ആണെങ്കിൽ നല്ലത്. കൗ മിൽക്സ് ആണ്. കോക്കനട്ട് മിൽക്ക് അല്ലെങ്കിൽ നമ്മൾ നോർമൽ മിൽക്ക് ഇടാം. അത് കളർ വരാൻ വേണ്ടി മാത്രമല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇത് കളറിന് വേണ്ടി മാത്രം. റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് പാർട്ടീഷൻ ചെയ്തിട്ട് ഹാഫ് വൈറ്റ് ആയിട്ടും ഹാഫിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നേരത്തെ കട്ട് ചെയ്തെടുത്തതിൻ്റെ ബീട്രൂട്ടിൻ്റെ കുറച്ച് ജ്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റാം. ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് കൈവച്ച് തന്നെ മിക്സ് ചെയ്യാൻ പറ്റൂ. ക്രാബിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സോട്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് നമ്മൾ പോവുകയാണ്. ദാരി എന്ന് പറയുന്നത് കുറച്ച് നല്ലതാണ്. കൊളസ്ട്രോളിന് എപ്പോഴും നല്ല സാധനമാണ്. അപ്പോൾ കുറച്ചിടാം. കുറച്ച് സ്പൈസി വേണ്ടവർക്ക് സ്പൈസി കൂട്ടിയിടാം. പിന്നെ കുറച്ച് സ്പൈസി ഫുഡ് ഇഷ്ടം. അപ്പോൾ കുറച്ച് ഷാളറ്റ്സ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഷാളറ്റ്സ് ഇടാം. കുറച്ച് ജിഞ്ചേഴ്സ്, കുറച്ച് ജിഞ്ചർ ഇട്ടാൽ മതിയാവും. ഓൾറെഡി മറ്റേ സ്പൈസി ഉണ്ടാവും. കുറച്ച് ജിഞ്ചർ, പിന്നെ കുറച്ച് കർലീവ്സും കൂടെ എല്ലാം കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യാം. എല്ലാം ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കാരണം അത് ഇതിൽ കാണണം. എന്നിട്ട് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഡയറക്റ്റ് കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് നമ്മൾ ക്രാബ്സ് കുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പുട്ട് സോൾട്ട് ആണ് കുക്ക് ചെയ്തെടുക്കാം. സീ ക്രാബ്സ് ആണ്. മഡ് ക്രാബ്സ് ആണെങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മുടെ പാൻ റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഓയിൽ പോകണം. ഓയിൽ എവിടെ പറഞ്ഞു? ഓക്കെ, ഇവിടെ ഉണ്ട്. ഓയിൽ ഇവിടെ ഉണ്ട്. കോക്കനട്ട് ഓയിൽ. നാടൻ ഡിഷ്. നമുക്ക് വേറൊരു വ്യത്യസ്തമായ രീതി സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കടുക് വേണോ? വേണം. നല്ലതാണ് കടുക്. ക്രാബ് കുക്കാൻ കുറച്ച് സമയം മതിയാവും. ക്രഷ് ചില്ലി തന്നെ കുറച്ച് കളർഫുൾ ആയിരിക്കും. കുറച്ച് ക്രഷ് ചില്ലി കൂടെ നമുക്ക് ആഡ് ചെയ്യാം. Then it will wait for 5 minutes. ആ സമയം ഇതൊന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ഇത് ഓൾറെഡി വെള്ളം ചൂടായിരിക്കുകയാണ്. നല്ല കളർഫുൾ ആയിരിക്കും. നമുക്ക് നല്ല മിക്സ് ആണ്. അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് വൈറ്റ് കളർ ഉണ്ട്. ബീട്രൂട്ടിൻ്റെ ചെറിയ ടേസ്റ്റ് വരും. പക്ഷേ അത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. കാരണം നമുക്ക് കുറച്ച് കളർ ആഡ് ചെയ്തുള്ളൂ. അത് മാത്രമല്ല ഡോയുടെ പകുതി നമ്മൾ നോർമലുള്ള ഡോ തന്നെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മേളിലേക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ മൊത്തത്തിലാണ് ഇടുന്നത്. അപ്പോൾ ഇതെന്ത് നമ്മൾ ഒരു ഹാഫായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. കട്ട് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഡ്യുവൽ ബട്ടർ ക്രീം ചെയ്യുന്നതാണല്ലേ? ചെയ്യുന്ന പോലെ എന്നിട്ട് ഇത് ഞങ്ങൾ വേണേൽ പൈപ്പിംഗ് ബാഗ് തരാം, വേണോ? വേണമെങ്കിൽ ഞങ്ങൾ തരാം. ഇത് നമ്മളൊന്ന് ചേർത്ത് വെച്ചിട്ട് അതിലേക്ക് പിന്നെ ഒന്നും കൂടെ ഒന്നും കൂടെ ഒരു ലെയറും കൂടെ. അപ്പോൾ നമ്മൾ ചെറിയതല്ലല്ലോ ഉണ്ടാക്കുന്നത്, വലിയ ആയതുകൊണ്ട് ഫുൾ സ്ട്രോബെറിയോ? ഇടിയപ്പം സാലഡ് ആയിട്ടുണ്ട്, ക്രാബ് കറി റെഡിയാണ്, കാപ്പി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം റെഡിയാണ്. നീ റെഡിയാക്കിയാൽ മതി, വയറ് മാത്രം. ഓൾമോസ്റ്റ് ഡൺ. ഞങ്ങൾ ഓൾമോസ്റ്റ് 5 ഡിഷ് അല്ലേ, 5 എണ്ണം ചെയ്തിട്ടുണ്ട്. ഒരു സൂപ്പ് ഉണ്ട്, ഒരു ഡ്രിങ്ക് ഉണ്ട്, സാലഡ് ഉണ്ട്, പിന്നെ ഇടിയപ്പം ആൻഡ് ക്രാബ് കറി. ഞങ്ങളിപ്പം സൂപ്പിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയുള്ള ഫ്രോത്ത് ഉണ്ടാക്കുകയാണ് അല്ലേ? കുറച്ച് മിൽക്ക് ക്രീമും കൂടി ഇട്ടിട്ട് വിസ്ക് ചെയ്ത് എടുത്ത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മിൽക്കിന് ഫോർത്ത് നല്ലപോലെ ആയി വരും. അപ്പോൾ അത് കോരി കോരി നമ്മൾ ഇതിന് മേളിലേക്ക് വെക്കുക, ക്യാപിച്ചിനോയുടെ കോൺസെപ്റ്റിലേക്ക്. ഫുൾ റെഡി ആയിട്ടുണ്ട്. ഒരു മാരത്തോൺ തന്നെ ലിറ്ററലി ലൈക്ക് സോ മെനി ഡിഷ്. ഐ തിങ്ക് ഇത് ആദ്യമായിട്ടാണ് തോന്നുന്നു ഞാൻ വന്ന പിന്നെ ഷോയിൽ ഇത് നിറഞ്ഞ് വയറ് നിറഞ്ഞ് എല്ലാം ഇന്ന് റെഡി ആയിക്കോളൂ. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി അവർക്ക് വേണ്ടി കൊടുക്കാം. ആൽമണ്ട് ഉണ്ട്, നമ്മൾ ബ്രെക്ലി ഉണ്ട്, ക്യാപ്പിച്ചിനോ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നുണ്ട്. ദിസ് കോൾഡ് ആസ് ബ്രെക്ലി ആൽമണ്ട് ക്യാപ്പിച്ചിനോ. സോ നിങ്ങൾ പതുക്കനെ കഴിച്ചോ, ഞങ്ങൾ ഇറങ്ങുകയാണ്. കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ഞങ്ങൾ സെർവ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ, ടേക്ക് യുവർ ടൈം, പതുക്കനെ ഇരുന്ന് കഴിച്ച് ഇറങ്ങിയാൽ മതി. ആൻഡ് താങ്ക് യു സോ മച്ച് മീര ഫോർ ലെറ്റിംഗ് us come here and cook for you. അല്ലേ? We really had a good time. Thanks to God. Yeah, because giving in this brilliant dining. And to you. And you should invite them to Olive also. Alle? Sure, definitely. One day you should come to Olive Downtown. You can experience the culinary. How we are selling. അപ്പോൾ ഞങ്ങൾ കഴിച്ചോ, ഞങ്ങൾ ഇറങ്ങാണ്. We are like hungry fighters. Chefs is always called hungry fighters. So that was another episode of Food to See You with me and Benjamin and our pudhiya chef Faisal from Olive Downtown, Kadavantrana. So we'll catch you next week in another house with lots of new, interesting and colorful dishes that we'll meet you next week. So till then, bye. From me and from him. Bye.